1977 ബ്രസീലിയൻ വ്യോമസേന നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ യുഎഫ്ഒ അന്വേഷണങ്ങളിലൊന്നായിരുന്നു ഓപ്പറേഷൻ പ്രാറ്റോ അഥവാ ഓപ്പറഗാവോ പ്രാറ്റോ. കൊളാരസിലെ ആമസോൺ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ പ്രകാശകിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന വിചിത്രമായ പറക്കുന്ന വസ്തുക്കൾ അവരെ കത്തിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത് ആരംഭിച്ചത്. രാത്രി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന ഡിസ്കുകളും സിഗാർ ആകൃതിയിലുള്ള കരകൗശല വസ്തുക്കളും ചിലപ്പോൾ ഗ്രാമീണരെ പോലും പിന്തുടരുന്നതായി നാട്ടുകാർ വിവരിച്ചു. സത്യം കണ്ടെത്തുന്നതിനായി ബ്രസീലിയൻ സൈന്യം ഓപ്പറേഷൻ പ്രാറ്റോ ആരംഭിച്ചു. ഫോട്ടോകൾ, വീഡിയോകൾ, സാക്ഷ്യങ്ങൾ എന്നിവ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥരെ അയച്ചു. ഡസൻ കണക്കിന് വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ നിരവധി മാസങ്ങൾ നീണ്ടുനിന്നു. 1978 ദൗത്യം പെട്ടെന്ന് അടച്ചുപൂട്ടി. പതിറ്റാണ്ടുകളായി മിക്ക വിവരങ്ങളും തരംതിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ചില രേഖകൾ പുറത്തുവന്നു, പക്ഷേ പല വിശദാംശങ്ങളും ഒരു രഹസ്യമായി തുടരുന്നു. ഓപ്പറേഷൻ പ്രാറ്റോ ലോകമെമ്പാടുമുള്ള യുഎഫ്ഒ ഗവേഷകരെ കൗതുകപ്പെടുത്തുന്നത് തുടരുന്നു. അത് അന്യഗ്രഹ സമ്പർക്കമോ രഹസ്യ സാങ്കേതികവിദ്യയോ നമ്മുടെ ധാരണയ്ക്ക് അതീതമായ മറ്റെന്തെങ്കിലുമോ?